താങ്ങാൻ പറ്റണില്ല കേട്ടോ. ഇപ്പൊ ഇതേ നമ്മുടെ ചെറുനാരങ്ങ, ഇത് ചെറുനാരങ്ങ എണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പീസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കും ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ ഫില്ലിങ്സും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ മസാല നമ്മൾ കലക്കി വെച്ചത് കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒഴിച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അടുത്ത പണികൾ ഉപ്പിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ ഇതേ നമ്മുടെ യമുന മൊത്തത്തിൽ നമ്മൾ ഉപ്പിൽ കുളിപ്പിക്കുകയാണേ. അപ്പം നമുക്ക് കുക്കിംഗ് ടൈം വരും. ഐറ്റം എന്തായി നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. എൻ്റെ മുള്ള അപ്പോൾ ഇതേ നമ്മുടെ യമുക്കുട്ടനെ നമ്മളിത് ഇനി തുറക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇത് ഭയങ്കര സോഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ